guys, today we are going for iftar party. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഇഫ്താർ പാർട്ടിക്ക് പോകാൻ പോകണം. അപ്പോൾ നമ്മൾ ഒരുങ്ങിയിട്ട് വരാം. അപ്പോൾ ഗൈസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞു വന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഒരുങ്ങുന്നതായിട്ട് അധികം നേരം വീഡിയോസ് ഒന്നും ഒരുങ്ങുന്നതിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 5 മണിയാകുമ്പോഴത്തേനും നമുക്ക് വേഗം തന്നെ ഇറങ്ങണമായിരുന്നു. അതുകൊണ്ട് എന്തൊക്കെയോ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗൈസ് ഞങ്ങളെല്ലാം ഒരുങ്ങി വന്നപ്പോഴത്തേന് ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോരോ പാർട്ടായിട്ട് തിരിഞ്ഞ് ഊബർ ബുക്ക് ചെയ്ത് നേരെ നമ്മുടെ ഇഫ്താർ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോണ വഴിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്രോളൊക്കെ അടിച്ചിട്ട് നേരെ നമ്മൾ തിരിച്ച് പിന്നെയും പോവാണേ. അപ്പോൾ ഗൈസ് നമ്മൾ ഒരുങ്ങി റെഡിയായി ഡ്രസ്സൊക്കെ ഇട്ടു. നമ്മളെല്ലാവരും പാർട്ടായിട്ട് നമ്മളെല്ലാവരും പാർട്ടായിട്ട് ഊബറൊക്കെ വിളിച്ചിട്ട് നമ്മൾ നെഹദി മന്ദിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇഫ്താർ പാർട്ടി കൂടിയിട്ട് ഒരു 5:30 ഇറങ്ങണമെന്ന് വിചാരിച്ചെങ്കിലും ഞങ്ങളെല്ലാവരും 6 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. 6 മണി കഴിഞ്ഞിട്ട് ഇറങ്ങിയോണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ നെഹദി മന്ദിയിലെത്തി ഗായ്സ്. മണ്ടയ്ക്കോട്ടുണ്ട്. നമ്മൾ 4th ഫ്ലോറിലാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങളുടെ കുറച്ച് ക്ലാസ്മേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഒരു ഇഫ്താർ പാർട്ടി നടക്കുന്ന ഒരു ഡൈനിങ് ഏരിയ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മൾ അവിടെ ചെന്നിരുന്ന ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ ഇഫ്താറിൻ്റെ ഒരു സൽക്കാരവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്നാക്സ് ആയിട്ട് സമൂസയും പിന്നെ ഈ ഏത്തക്കാപ്പം, വാട്ടർമെലോൺ ജ്യൂസ്, ഡേറ്റ്സ്, പപ്പായ, വാട്ടർമെലോൺ ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് നമുക്ക് കഴിക്കാൻ തരുന്ന സാധനങ്ങളിനകത്ത് ഉണ്ടായിരുന്നത് ഇതൊക്കെയായിരുന്നേ. ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് ഇച്ചിരിയും ഫുഡ് മാത്രമാണ് കഴിച്ചിട്ട് പോയത്. കാരണം എനിക്ക് ഇഷ്ടമല്ലാത്ത ഫുഡായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ചെന്നപ്പം തന്നെ ആ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചപ്പോഴാണ് ഒരു ആശ്വാസം വന്നത്. ഏകദേശം ഒരു 6:30 ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ തന്നെ ഇഫ്താർ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഇങ്ങനൊരു പാർട്ടി പോലത്തെ ഐറ്റംസ് ഒക്കെ നടത്തുന്നത്. ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു എല്ലാവരും. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഫുഡൊക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കറക്റ്റ് ഫുഡ് വന്നപ്പോൾ തന്നെ എൻ്റെ ക്യാമറ ഒന്ന് ബ്ലറായിപ്പോയി. അതെന്താ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട്. പിന്നെ ഞാൻ മയോണൈസ് ഒക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നു. വിശപ്പുണ്ടെങ്കിലും ഡിസൈനും കാര്യങ്ങളും ഒന്നും നമ്മൾ കുറയ്ക്കാൻ പാടില്ല, കാരണം സ്നാപ്പ് എടുക്കാനുള്ളതായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത് ഭയങ്കര വൈബ് പിടിച്ചൊരു ഐറ്റത്തിൻ്റെ കൂടെ ആയിരുന്നു. അവനാണെങ്കിൽ ഞാൻ എൻ്റെയും കൂടെ ചിക്കൻ പീസൊക്കെ കൊടുത്ത് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ എന്നെ വല്ലാത്തൊരു പുച്ഛം ചിരി എന്നെ പുച്ഛിച്ച് വിട്ടവൻ. എനിക്ക് കഴിക്കാൻ വയ്യാത്തതിന് ഞാൻ കീഴെ ഇരിക്കുന്നവന് കൊടുക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരി എനിക്ക് തന്നിട്ട് നീ കഴിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവൾക്ക് കഴിക്കാൻ വയ്യായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഭയങ്കര ഒരു ക്രൗഡായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഓടുന്നു, ഫോട്ടോ എടുക്കുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു. ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ട് എൻ്റെ ക്ലാസ്മേറ്റ്സിനെ കണ്ടിട്ടില്ല ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുത്തു. ഗേൾസ് സെപ്പറേറ്റും ബോയ്സ് സെപ്പറേറ്റും. അപ്പം ഞങ്ങൾ ക്ലാസ്സിലുള്ള എല്ലാവരും കൂടെ ഒക്കെ ചേർന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഔട്ട്ഫിറ്റ് ചെയ്യാൻ പോയി. എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ ഇത്രയും നേരമായിട്ട് നിങ്ങളെ മൊത്തമായിട്ട് കാണിച്ചിട്ടില്ല. ഇതാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ചുരിദാർ. ഇത് ചുരിദാർ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എൻ്റെ അല്ല, ആക്ച്വലി എൻ്റെ ഒരു ജൂനിയർ ഒരു കുട്ടിയുടെ ചുരിദാറായിരുന്നേ. ആൻഡ് ഗൈസ് ഞാൻ വലിയ കാര്യത്തിന് മാറി നിന്ന് ഔട്ട്ഫിറ്റൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു, ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചേട്ടൻ വന്നു. നമ്മൾ ചമ്മി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ചമ്മീനെ നമ്മൾ മുഖത്ത് കാണിക്കാൻ പാടില്ലല്ലോ. പിന്നെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സ് എല്ലാം നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര സുന്ദരികളായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അകത്തോട്ട് ചെന്ന സമയത്തായിരുന്നു എല്ലാവരും പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡാൻസിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഗ്രൂപ്പോടെ എല്ലാവരും കൂടെ ചേർന്ന് ഭയങ്കര പാർട്ടി ഒരു വൈബൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാർ എനിക്ക് ഈ ഒരു ഐറ്റം കൊണ്ട് തരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പണ്ട് ചെറുപ്പത്തിൽ ഞാൻ ആര്യാസ് ഹോട്ടലൊക്കെ പോയിട്ട് അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഈ സാധനം കിട്ടും. എനിക്ക് ആ ചെറുപ്പത്തിൽ ഓർമ്മകളിലോട്ടൊക്കെ പോയി. ഞങ്ങളുടെ ആ കോളേജ് ലൈഫൊക്കെ അവസാനിക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ അധികം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം വെളിയിൽ ഇറങ്ങി നിന്ന് ഊബറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. പാർട്ടായിട്ടാണ് എല്ലാവരും ഊബറിൽ പോകുന്നത്. ഞങ്ങൾ ഗേൾസിനൊക്കെ ഹോസ്റ്റലിൽ കയറേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് നൈറ്റിൽ ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ട് തിരിച്ചു പോകാൻ. അങ്ങനെ സേഫ് ആയിരിക്കുമല്ലോ,
ബാംഗ്ലൂർ കുറച്ച് സേഫ് അല്ല, നമുക്ക് ബസ്സിനൊന്നും പോക്ക് നടക്കുന്നതല്ല. അങ്ങനെ നമ്മൾ ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ട് തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവാണേ. തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ ഏത് ഫോട്ടോ സ്റ്റോറി ഇടണം, നല്ല പ്രോഗ്രാം ആയിരുന്നു, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഇങ്ങനത്തുള്ള ചർച്ചകളൊക്കെ ആയിരുന്നു കേട്ടോ. തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് കിട്ടിയൊരു വലിയ പണി എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ട്രാഫിക്കായിരുന്നു. ഞങ്ങളെല്ലാവരും പെട്ടുപോയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഞങ്ങളെല്ലാവരും ഹോസ്റ്റലിൽ ചെന്നത്. പോകുന്ന വഴിക്ക് ഞങ്ങളുടെ കൂടെ ഉള്ളവരെയൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഒരുവിധം ട്രാഫിക്കൊക്കെ കഷ്ടപ്പെട്ട് കടന്ന് നമ്മൾ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തിയപ്പം കുറച്ചുകൂടെ ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹോസ്റ്റലിൻ്റെ ബാക്ക് സൈഡിലൂടെയാണ് പോകുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ഇരുട്ടും ഇങ്ങനെ ഷേക്കിംഗ് ഒക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.